അതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. അത് UDF-കാരോട് ഒരു വിരോധവും ഇല്ല. ഇപ്പോഴത്തെ കൂടിച്ചേരൽ, അതായത് പുതിയൊരു നീക്കം, ഈ പറഞ്ഞ സാമുദായികമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് പോകുന്നുള്ള നീക്കം, അത് ആർക്കാണ് ഗുണം ചെയ്യുക? ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാനിപ്പോൾ സാധിക്കില്ല. ഞങ്ങളിങ്ങനൊരു സംവാദം നടത്തി കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിന്റെ ഭരണ ഫലം എങ്ങനെ വരുന്നു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിലുള്ള ഉരുത്തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിൻബലം കൊടുക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഇടം കൊടുക്കാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിയുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹ സിദ്ധാന്തം പണ്ടും ഇന്നും നിലനിർത്തുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ അന്ന് മുന്നോട്ട് വെച്ച ഭാഗത്തെ കുറിച്ച് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അതിനെ ഒരു പൊളിറ്റിക്കൽ നീക്കമായിട്ട് തന്നെ വീക്ഷിക്കാനുള്ള സാധ്യതയില്ല അതിനകത്തൊരു. അത് ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ ചിന്തിച്ചിട്ടേ. പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആകട്ടെ. അന്തൻ ആനയെ കണ്ട പോലെ വാലെ പിടിച്ചവൻ ചൂലായിട്ടും കാലെ പിടിച്ചവൻ തൂണായിട്ടും അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഇത് വ്യാഖ്യാനിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് ഈ വ്യാഖ്യാനത്തെ ഭയന്നുകൊണ്ടും ഞങ്ങളുടെ ആശയത്തെ കൊല്ലാൻ ഒക്കുമോ? അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനകത്തൊരു കൂട്ടാത്തോടെ ഒരു നിലപാടെടുക്കുന്നു. അത്തരത്തിലാണ് ഈ ഐക്യം എന്നുള്ള ഒരു പക്ഷം ഗുണം ചെയ്യുക. അല്ലെങ്കിൽ അത്തരം സമയങ്ങൾ സന്ദർഭങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി കൂടി ഈ ഐക്യം പ്രയോജനപ്പെടും. അപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ ഇത്തരം ഒരു ഐക്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇല്ലേ? ഞങ്ങളെ എപ്പോഴത്തുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. കാരണം ഈ ഒരു ആശയമുണ്ടല്ലോ, ആ ആശയത്തിനുള്ള അംഗീകാരവും അതിന്റെ പിന്നീടുള്ള നടപടിക്രമവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാലോചന തീരുമാനം എടുത്ത ശേഷമല്ലേ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കുള്ളൂ. അതൊന്നും പറയാനൊക്കില്ല. ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ ദിവസമായ സമയം ഒന്നും നിശ്ചയിച്ചിട്ടില്ലല്ലോ. അവർ സ്വാഗതം ചെയ്തല്ലേ ഉള്ളൂ, ഒന്നും സംസാരിച്ചിട്ടില്ല. എന്താ നസ്രാനിനെ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത്. ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളവരും കേരളത്തിന് വെളിയിലുള്ളവരും വന്നുള്ള ഒരു നിവേദനങ്ങളും അവിടെ നമുക്ക് ഒന്നിച്ചു പോകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. അതൊക്കെ ഇപ്പൊ പറയാൻ നോക്കത്തില്ല. ആരൊക്കെ ആയിട്ട് എങ്ങനെയെല്ലാം യോജിച്ചു പോകും എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു ചർച്ചയോ സംവാദമോ മറുപടിയോ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല. അതൊന്നും പറയാനൊക്കെ 21-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എപ്പോഴെങ്ങനെ കൂടിക്കാഴ്ച നടത്തണം. ഇപ്പൊ ഏതായാലും സുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു. സെക്രട്ടറി, താങ്കൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം അടക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതായത് വെള്ളാപ്പള്ളിക്കാരൻ എന്താണുള്ളത്, അല്ലെങ്കിൽ താങ്കൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായ സമയത്തല്ല ഇത്രയും മുതിർന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. മുൻപൊരിക്കലും NSSന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചിരുന്നു, സംസാരിച്ചു? ഒരാക്രമണം വിളിച്ചിട്ടില്ല. സാമൂഹ്യ സത്യങ്ങളും മനസ്സിലാക്കിയതും ഒരു കുറച്ചെല്ലാം കടന്നു പോകുന്ന ഒരു സമുദായ നേതാവിനെ പറ്റി എന്ന് വന്നപ്പോൾ അദ്ദേഹം സഹിക്ക വയ്യാത്തതുകൊണ്ട് പറഞ്ഞതായിരിക്കും. ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിര് വേണ്ടേ? അത് എത്ര ദിവസമായി? അത് എന്ത് കാര്യത്തിന്? വല്ല കാര്യമുള്ള കാര്യമാണ്. ഇവര് കാറ് കാണുന്നതിന് മുമ്പ് എൽസുകാർ നടക്കണമെന്നാണ് ഞാൻ. അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആർക്കും അത് കേട്ടാലും കണ്ടാലും മനസ്സിലാകലേ. അത് സഹികെട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്.